പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ അതിരമ്പുഴയിൽ നിന്ന് ഏറ്റുമാനൂർ വന്ന് നമ്മുടെ കുഞ്ഞി കൃഷിയിടത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നപ്പോഴത്തേന് ഭയങ്കര ചൂടും കാര്യങ്ങളല്ലേ, അതുകൊണ്ട് തന്നെ അതുകൊണ്ടും പിന്നെ ഏകദേശം വിളവൊക്കെ പാകമായതുകൊണ്ടും കടലച്ചെടിയും ഉള്ളിച്ചെടിയും ഒക്കെ ഇങ്ങനെ വാടിത്തളർന്ന് അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കതൊന്ന് പറിച്ച് നോക്കാം, വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കാമെന്നൊക്കെ. ഉള്ളിയാണേലും കുറച്ച് ചോടൊരു 10-12 അങ്ങനെ ചോടൻ്റെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ കുറേ എണ്ണം കരിഞ്ഞു പോയി. പിന്നെ ബാക്കി കുറച്ചുണ്ടായിരുന്ന നമ്മളൊന്ന് വിളവെടുത്തിട്ടുണ്ട്. വിളവെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അങ്ങനെയൊന്നും കരുതല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമായി, നമ്മൾ വെച്ചിട്ട് അതിലുണ്ടായി കണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം. അത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ. ആദ്യം തന്നെ ഉള്ളിച്ചെടിയൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. അപ്പോൾ കുറച്ചുള്ളിയൊക്കെ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേനാണ് പിന്നെ പറിച്ചേക്കാന്ന് വെച്ചത്. എല്ലാം പിന്നെ വാടി തളർന്നു, കുറച്ചൊക്കെ കരിഞ്ഞുണങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഒന്ന് പറിച്ച് നോക്കിയത് കേട്ടോ. പറിച്ചപ്പോഴത്തേന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ളി ചിലതൊക്കെ വലിപ്പം വെച്ചിട്ടുണ്ടായിരുന്നു, ചിലതൊട്ടും വലിപ്പമില്ലായിരുന്നു. നമ്മളധികം വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ചാണകപ്പൊടിയൊക്കെ അതും വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉള്ളി കിട്ടിയില്ല, ആ ഒരു സന്തോഷം കിട്ടും. നമ്മൾ വിൽക്കാനോ അങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മൾ ചുമ്മാ ഒരു എന്താ പറയുക കുഞ്ഞടുക്കളത്തോട്ടം ആ ഒരു രീതിക്ക് വെച്ചു. അതിൽ കുറച്ചൊക്കെ ഉണ്ടായി, അങ്ങനെ ഒരു സന്തോഷം കേട്ടോ. അത്രേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അടുത്ത നമ്മൾ നിലക്കടല പറിച്ച് നോക്കുവാണേ. നമ്മൾ ഇടയ്ക്ക് മണ്ണ് മാന്തി നോക്കിയപ്പോഴൊക്കെ ഒറ്റയൊക്കെ കടല കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു ബാക്കിയുള്ളതിലുമൊക്കെ കടല കാണുമെന്ന് കേട്ടോ. അങ്ങനെ നമുക്ക് ആദ്യം പറിച്ചതിൽ നിന്ന് ഒരെണ്ണേ കിട്ടിയുള്ളൂ. മിക്കതും ഒക്കെ തന്നെ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ പറിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതിലതേ 2-3 ഉണ്ടായിരുന്നു കേട്ടോ. ഒരു നിലക്കടലയുടെ ചോടിങ്ങനെ പറിച്ച് നോക്കിയപ്പോഴത്തേന് അത് കടലയിൽ നിന്ന് അടുത്ത തൈ ആയി കേട്ടോ. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം തന്നെ മുളയ്ക്കും. ഒരെണ്ണം പറിച്ച് നോക്കിയപ്പം ചിലതിലൊക്കെ 5-6 കടലയൊക്കെ ഉണ്ട്. അതിൽ 2 എണ്ണമൊക്കെ വലുതായി കാണുള്ളൂ, ബാക്കിയൊക്കെ കുഞ്ഞു കടലയായിരിക്കും. പിന്നെ ചിലതൊക്കെ പറിച്ച് നോക്കുമ്പോഴത്തേന് നല്ല വലിയ കടലയുണ്ടായിരുന്നു. ഒരെണ്ണം ഇങ്ങനെ പറിച്ചപ്പോഴത്തേനാണ് അതിൽ നിന്ന് ഒരു കടലയിൽ നിന്ന് തൈയായി ഇലയുമൊക്കെ ആയി നിൽക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ മുഴുവൻ അങ്ങ് പറിച്ചത് കേട്ടോ. ഇതാ കേട്ടോ ഞാൻ പറഞ്ഞത്, നിലക്കടല മുളച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞത്. അതിൽ നിന്ന് കണ്ടോ സ്റ്റെമ്മും ലീഫും എല്ലാം ആയിട്ടുണ്ട്.
അപ്പോൾ പിന്നെ നമ്മൾ എല്ലാം പറിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ മൊത്തം പറിച്ച് കുറച്ച് ഒരു കൈക്കൊമ്പിളിൽ ഒതുങ്ങുന്ന പോലെ കടല നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് സന്തോഷമായിരുന്നു. കണ്ടോ, അത് ഇത്രയും നിലക്കടല നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചിലതിലൊന്നും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്താ പറയുന്നത്, ശരിക്കും നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റിയ നല്ലൊരു സാധനം. കാരണം ഒരുപാട് വളവും കാര്യങ്ങളും വേണ്ട, പിന്നെന്താ വളവും കാര്യങ്ങളും നല്ല ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ വേര് ചീഞ്ഞു പോകും, അതല്ലെങ്കിൽ ഇങ്ങനെ കായായത് കിളിർക്കാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, വിളവ് കിട്ടുമെന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് കൂടുതലായിട്ടൊന്ന് ചെയ്ത് നോക്കണം. അത് പൊട്ടിച്ചപ്പോൾ കിട്ടിയ അതിൻ്റെ കടലയാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.